എടുക്കണേടാ. അപ്പൊ ഒന്നുകൂടെ വിളിക്ക്. 46 തവണ കേട്ടാ. അപ്പൊ 47 തവണ വിളിക്ക്. എന്ത് വിളിക്കടാ. അത്തേണ്ടിയാറ് സമയം പോയി. ഇതിപ്പോ ഞാൻ അറിഞ്ഞ എന്റെ കുറ്റാണ്. ആ ഫസ്റ്റ് എന്തേ അവ സ്വിച്ച് ഓഫ് ചെയ്തുട്ടാ. നീ ആ പൊട്ടക്കണാപ്പിനോട് ഇവിടെ വരാൻ തന്നെയാണോ പറഞ്ഞേ? ആണോ? ഇനിയിപ്പോ എന്താ പണ്ടായിരുന്നുള്ള വയലുള്ള മൊത്തം കേൾക്കേണ്ടി വരും. പിന്നെ അവിടെ ഇരിക്കുന്ന തള്ളല്ലാണ്ട് പിന്നെ ആരാ? ടീച്ചറല്ലോ. അയ്യോ നോട്ടിനെതിരെ ഗാന്ധിജന്റെ മുന്നിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ പറയണ്ട. എടാ അല്ലെങ്കിൽ ഇനിയിപ്പോ ഒന്ന് പോണം. ഇത്ര സമയമായില്ലേ, നമുക്ക് ഗ്രൗണ്ടിൽ പോയാലോ? ഏയ് ട്യൂഷനും വേണ്ട, കളിക്കല് നീ. ഞാൻ എന്തായാലും പോവും. എന്താണ് പതിവുള്ള ട്യൂഷനും നോക്കും കാര്യമൊക്കെ? നോക്കടാ, അവനെ ഒന്ന് കണ്ടു പഠിക്കേ. അല്ല എക്സാം അല്ലടാ, നമുക്ക് പഠിക്കണ്ട. നമുക്ക് ഒരു ബുദ്ധിജീവി വന്നേക്കുന്നു. പടകോപ്പേ പോടോ. കളിക്കാൻ വാടാ. എടാ വാടാ. ട്യൂഷൻ ഉണ്ട്, ട്യൂഷൻ. അതാണ്, വേറൊന്നല്ല. നടത്ത മാതിരി കളിച്ചു നോക്കുന്നു പേടിച്ചിട്ടാണോ? ആ പേടിച്ച് ഞാൻ പാന്റ് 2 തുള്ളി മുള്ളി പോടകോപ്പെടും. എടാ ഈ കളിച്ചിടുന്ന സമയത്ത് പോയി 4 ലക്ഷം പഠിക്കണം. രണ്ടിന് നല്ല വലുപ്പമുണ്ടല്ലോ. ഇന്നലെ അമ്മ അടിച്ചതിന്റെ എഫക്ട് അല്ല ഇന്ന് ട്യൂഷൻ പോയത്. അമ്മയുടെ നല്ല കിട്ടി കാണുമല്ലേ? എനിക്കും ഉളുപ്പുണ്ടല്ലോ. വാടാ. ആ പിള്ളേരുടെ വയലുള്ള കേട്ടു, ബാക്കി തലതാന്ന് കേട്ടോ നീ. ടീച്ചർ കോപ്പ്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ ടീച്ചറെ വായിന്ന് മോന് കിട്ടണ്ട. അപ്പൊ ആ തെണ്ടി ചത്ത്. പിന്നെ ഇനി ആ തെണ്ടിനെ അങ്ങനെ കാത്തുക്കാന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാ. അപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി. നീ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. വണ്ടിയാ ഇതാ. ഇനി ഇരുന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടത്തുക? ഒരു നൊസ്റ്റാൾജിക് വാഹനത്തെ പരിഹസിക്കരുത് ലാലു. ഒരു നൊസ്റ്റാൾജിക് വാഹനം അങ്ങോട്ട് മേടിക്ക് വിഷ്ണു. ലാലു പിടിച്ചൊരു പുറത്താൻ പോവാ ഞാൻ. ഓക്കെ, ഇനി നേരെ ട്യൂഷൻ ക്ലാസ്. അയ്യോ ഈ ബൈക്ക് അവന്റെ പണ്ടല്ലേ? ഓ ബൈക്ക് നമ്മള് പറഞ്ഞോ. എടാ എന്റെ ഡാഡി വിളിച്ച് റിച്ച് അങ്ങനെ അറിയില്ല. ഞാൻ കേട്ടുള്ളൂ. തുറക്കിനി ഞാൻ തുറക്കും. നീ കാരണം ഇത്ര ലേറ്റ് ആയി. തെണ്ടി ഇപ്പൊ ഈ തെണ്ടി തുറക്കും. ഇന്ന് നമുക്ക് മനുഷ്യ ശരീരങ്ങളെ കുറിച്ച് പഠിക്കാം. മിസ്, 2 കുട്ടികൾ ബൈക്ക് വന്നിരിക്കുന്നു. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरसार्धूला कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यम्. ഒന്ന് നേരത്തെ വന്നൂടെ? തെണ്ടി കാണിച്ചിട്ടാ ഞാൻ. ബാഡ് ബോയ്സ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ ശരീരത്തിലെ എല്ലുകളെ കുറിച്ചാണ്. മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുകളുണ്ട്? മിസ് 206. ഇരിക്കുന്ന അവിടെ നിന്നോടല്ല ചോദിച്ചത്, ഇവരോടാ ചോദിച്ചത്. മനുഷ്യ ശരീരത്തിൽ എത്ര എല്ലുണ്ട്? 206. എന്നാ നിങ്ങൾ ഇരുന്ന് പഠി. ആ ബുക്ക് ഇങ്ങ് തന്നിട്ടുണ്ടപ്പാ. എന്നാലും ഹോംവർക്ക് ഉണ്ടായിരുന്നോ? യെസ് മിസ്. എല്ലാരും ഹോംവർക്ക് ചെയ്തോ? ചെയ്താ പിടിച്ച് മിസ്. അത് പിന്നെ ഞാനേ ഇന്നലെ എനിക്ക് തലവേദന ആയതുകൊണ്ടാ, അല്ലാണ്ട് വേറൊന്നുമല്ല മിസ്. നീയോ? ഞാനോട്ടൊക്കെ എഴുതിയാണ്, പക്ഷെ ബുക്ക് എടുത്ത മാറിപ്പോയി. നീ ചെയ്തോടാ ലിന്റപ്പാ? യെസ് മിസ്. ഐ കാൻ മിസ്. മിടുക്കൻ മിസ്. മുത്തിനും ഉണ്ട് ഹോംവർക്ക്. നീ ചെയ്തോ മുത്തേ? ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. മതി കാണുന്നത്. നാളെ ചെയ്തോണ്ട് വന്നാ മതി. മോൻ ചെയ്തോ? ഞാൻ ചെയ്തു. ഞാൻ അടിപൊളിയല്ലേ? തെറ്റാണല്ലോ. നാളെ വരുമ്പോ എല്ലാം ചെയ്തോണ്ട് വന്നേക്കണം. എല്ലാരും ഓരോ നമ്പറുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കും. നിങ്ങൾ കൂടുതൽ രവി ഇവിടെ പോയി. അവനോട് ഇല്ല വിഷയം കുറച്ച് ദിവസമായിട്ട്. വിരുന്ന് പോയ കണ്ടങ്ങാണ്ട്. പഠിക്കാൻ താല്പര്യമില്ലേ? ഞങ്ങളുടെ പോലെ ഒന്നല്ല. എല്ലാരെയും വീട്ടിലേക്കൊന്ന് വിളിക്കുന്നുണ്ട്. തവളയോ? അങ്ങനെയൊന്നും ഉള്ളതാണോ? മോന് ടീച്ചറമ്മല്ലേ? ശബത്തി കൂത്താതെ ഞാൻ കുത്തും. കുത്ത്
മിസ് ബ്രേക്ക്. എന്തിനാടാ നിന്റെ എന്തിനാ ബ്രേക്ക്? പഠിക്കടാ പഠിക്ക്. മിസ് ഞാനല്ല ഈ ലാലുവ. ഞാനല്ല മിസ് വിഷ്ണു. എനിക്ക് ചോറാമ്മ. ഈ 5 മിനിറ്റ് ബ്രേക്ക്. എടാ ഞാൻ ഇന്നലെ ഒരു കഥ എഴുതി, ഷോർട്ട് ഫിലിമിനാണ്. നീയോ? നീ എന്റെ കഥ കേക്കണ്ടല്ലിന്റെപ്പാ. എടാ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അളിയാ. എങ്കിൽ പിന്നെ നീ കേക്കടലിന്റെപ്പാ. നീ എങ്ങനെ കേക്കണില്ല? ചേട്ടൻ എന്നാ പിന്നെ ഞാനേ കേക്കാം. ഓക്കെ. പിന്നെ എല്ലാരും കേൾക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഇടുന്ന ചുമ്മാ നീ പറ. ഓക്കെ. കഥ തുടങ്ങുന്ന എങ്ങനെയാ? കിഴക്കേപ്പാടം ഗ്രാമം എന്നായിരിക്കുമല്ലേ? അല്ല അല്ലേ? ഭൂലോക കാട്ടുകൊടിയും മൊരട്ട് സിംഗിളുമായ എന്റെ നായകൻ സുരുട്ട്. പെൺപിള്ളേരൊന്നും കാണുന്നില്ലല്ലോ. ചേട്ടനോ? എന്താ മോളി? I love you too. അമ്മ, അങ്ങനെ എനിക്കും പെണ്ണ് കിട്ടി. ഞാൻ ഒരു കില്ലാടി തന്നെ. അങ്ങനെ അവർ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. പ്രണയം ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എല്ലാ മാറ്റങ്ങളും എന്റെ നായകനിലും കണ്ടു തുടങ്ങി. ഇതും അതിന്റെ ഒരു ഭാഗമാണ്. ഇത് അതിന്റെ ഒരു ഭാഗമായിരിക്കല്ലേ? നാണം നാണം. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവനവന്റെ പെണ്ണിനെ സ്വന്തമാക്കുമെന്നറിയാൻ വേണ്ടി വളരെ പക്വതയോടുകൂടി അവനത് ചെയ്തു. എന്ത്? ഈ പേരൊക്കെ എഴുതിയിട്ട് നമ്മൾ ഫ്ലെയിംസ് ഒക്കെ വെട്ടി നോക്കില്ലേ? ഫ്ലെയിംസ് ഇപ്പൊ എങ്ങനെ തീരോടെ? ഇപ്പൊ തീരും, കുറച്ചേരേ ഉള്ളു. സ്കിപ്പ് അടിക്കല്ലേ. അവൻ ഫ്ലെയിംസ് ഒക്കെ നോക്കി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്നാൽ സക്സസ്. അങ്ങനെ അവർ ഒരുപാട് അടുത്തു. കണ്ടില്ലേ? അങ്ങനെ അവരുടെ ബന്ധം രാത്രിയൊന്നും അതുപോലെ തന്നെ പകലാണെന്നും നോക്കാതെ വളർന്നു. കാലം ഒരുപാട് കടന്നുപോയി. എന്തിന് കലണ്ടർ വരെ മാറി. അങ്ങനെ അവരുടെ പ്രേമം കായ്ച്ചു, പൂത്തു.
വളർന്ന് പന്തലിച്ചത് വലിയ രാജ്മാരായി കാണട്ടെ. ആ, എങ്ങനെ മനസ്സിലായി? അയ്യോ, അതിനേക്കാൾ മുകളിലുള്ള ഒന്നും മിണ്ടായിരുന്നു ബാഡ് ബോയ്സ്. നീ പറയടാ. ആ, ഉം. എനിക്ക് പറയാം. ഓ. അല്ല എന്ത് ശേഷം സ്ക്രീനിൽ കാണും. അങ്ങനെ അവൻ വഞ്ചിക്കപ്പെട്ടതറിഞ്ഞ എന്റെ നായകൻ അവൻ മനസ്സ് വിങ്ങി പൊട്ടി പൊട്ടി. അവിടെ നമ്മളെ കഥ അവസാനിക്കുകയാണ്. ദി എൻഡ്. കലാബോധം ഇല്ലാത്തവൻ. ഇങ്ങനത്തെ കഥ ആരെങ്കിലും എഴുതും? ഇതിലൊക്കെ എന്ത് ലോജിക്കാണുള്ള? കേറി വേണം. എന്റെ കഥയിൽ യോജിക്കില്ലേ? എന്താണ് എന്റെ ഇവന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇവന്റെ കഥ. ഒരു കലാകാരനെ പരിഹസിക്കരുതില്ലാലും. എന്തൊക്കെയാ രവി? നീയാണല്ലേ എന്നെ പഠിക്കുന്ന പർവ്വതാരി. നിന്നെ ഞാൻ അയ്യോ, ഏത് പറഞ്ഞറിയാമല്ലേ? എല്ലാരും ഇവിടെ വൈക്കൂടുന്നു, ഓടി വായോ. ഒന്ന് ഇറങ്ങി പോടാ എല്ലാരും. A few moments later. മണ്ടൻ.